ഹലോ, ഹായ്, നമസ്കാരം. 5 സെക്കൻഡ്സ് വ്യൂവിലേക്ക് സ്വാഗതം. 5 സെക്കൻഡ്സ് വ്യൂവിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുഖവുരകൾ ഒട്ടും ആവശ്യമില്ലാത്ത ഒരാളെ കുറിച്ചാണ്. ബ്രൂസ് ലീ ദ ലെജൻഡ്. ബ്രൂസ്ലിയുടെ യഥാർത്ഥ പേര് ലീ ജുൻ ഫാൻ എന്നാണ്. ബ്രൂസ്ലിയുടെ അച്ഛൻ ലീ ഹോയ് ച്വാൻ ഒരു കാന്റോണീസ് ഓപ്പറ സിംഗറും ഒരു മാർഷൽ ആർട്ടിസ്റ്റുമാണ്. ബ്രൂസ്ലിയുടെ അമ്മ ഗ്രേസ് ഹോ ഷാങ്ഹായി ജനിച്ച ഒരു യൂറോപ്യൻ വനിതയുമായിരുന്നു. 1939 ബ്രൂസ്ലിയുടെ പാരൻസ് സാൻ ഫ്രാൻസിസ്കോയിലെ US ഇന്റർനാഷണൽ ഓപ്പറ ടൂറിന് പോയിട്ട് തിരിച്ച് ഏപ്രിൽ 1941 ഹോങ്കോങ്ങിലേക്ക് മടങ്ങി വരുന്നത് 4 മാസം പ്രായമുള്ള ബ്രൂസ്ലിയും കൊണ്ടാണ്. നവംബർ 27 1940 US മണ്ണിൽ വെച്ചാണ് ദ ഗ്രേറ്റ് ബ്രൂസ്ലി ജനിക്കുന്നത്. ജനനം US ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അദ്ദേഹം US സിറ്റിസണായി മാറി. കൊച്ചുനാളിൽ തന്നെ അച്ഛൻ ലീ ഹോയ് ക്വാൻ അദ്ദേഹത്തെ സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു, നാടകങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആദ്യമായി ഒരു കുഞ്ഞിന്റെ റോളാണ് ഗോൾഡൻ ഗേറ്റ് ഗേൾ എന്ന് പറഞ്ഞ മൂവിയിൽ അദ്ദേഹം അഭിനയിച്ചത്. സ്റ്റേജ് ഷോകളും ഫിലിമുകളും അഭിനയിച്ചതിന് ശേഷം കൊച്ചു ബ്രൂസ്ലി ലീ ദ ലിറ്റിൽ ഡ്രാഗൺ എന്ന ടൈറ്റിൽ അങ്ങോട്ട് സ്വന്തമാക്കുമായിരുന്നു. കാരണം അദ്ദേഹം ജനിച്ച വർഷവും ജനിച്ച മണിക്കൂറും ചൈനീസ് സോഡിയാക് പ്രകാരം ദ ഇയർ ഓഫ് ഡ്രാഗൺ എന്നാണ് പരക്കെ വിശ്വസിച്ചിരുന്നത്. 1950 ദ കിഡ് എന്ന് പറഞ്ഞ മൂവിയിൽ അച്ഛന്റെ കൂടെയാണ് അദ്ദേഹം ആദ്യമായ ഒരു ലീഡ് റോളിൽ അഭിനയിക്കുന്നത്. കിഡ് ചുവാങ് എന്ന് പറഞ്ഞ ഒരു കോമിക് ക്യാരക്ടറിനെ ആസ്പദമാക്കിയാണ് ദ കിഡ് എന്ന് പറഞ്ഞ മൂവി എടുക്കുന്നത്. 18 വയസ്സായപ്പോഴത്തേക്കും 20ഓളം മൂവികളിൽ അദ്ദേഹം അഭിനയിച്ചു കഴിഞ്ഞിരുന്നു. അക്കാഡമിക്സിൽ അത്രയ്ക്ക് പ്രാവീണ്യം കാണിക്കാതിരുന്ന ബ്രൂസ്ലി പക്ഷേ സ്ട്രീറ്റ് ഫൈറ്റിലും തെരുവ് യുദ്ധത്തിലും ഒരുപാട് പ്രാവീണ്യം കാണിച്ചിരുന്നു. ബ്രൂസ്ലിയുടെ സുഹൃത്തായ വില്യം ചുവാങ് ആണ് ദ ഗ്രേറ്റ് ഇപ് മാൻ, വിങ് ചുങ്ങിന്റെ തലതൊട്ടപ്പനായ ഇപ് മാനെ പരിചയപ്പെടുത്തുന്നത്. ഇപ് മാന്റെ മുമ്പിൽ എന്നെയും കൂടി പഠിപ്പിക്കണമെന്ന് പറഞ്ഞ ബ്രൂസ്ലിക്ക് മുമ്പിൽ ആദ്യം ഒരു കനത്ത നോ ആണ് കേട്ടത്. കാരണം നിന്റെ അമ്മ ഒരു വിദേശ വനിതയാണ്. അന്ന് പരക്കെ ചൈനീസ് മാർഷൽ ആർട്ട് മാസ്റ്റർമാരുടെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു, ചൈനീസ് മാർഷൽ ആർട്ട് ഒരിക്കലും ഫോറിനേഴ്സിനെ പഠിപ്പിക്കില്ല എന്ന്. പക്ഷേ ബ്രൂസ്ലിയുടെയും അദ്ദേഹത്തിന്റെ സുഹൃത്ത് വില്യം ചുവാങ്ങിന്റെയും നിർബന്ധത്തിന് വഴങ്ങി ഇപ് മാൻ പഠിപ്പിക്കാൻ തയ്യാറാവുകയായിരുന്നു. ഒരു കൊല്ലത്തെ ട്രെയിനിങ്ങിന് ശേഷം 1958 ഹോങ്കോങ് സ്കൂൾ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ കഴിഞ്ഞ കൊല്ലത്തെ ചാമ്പ്യനെ ഇടിച്ചു നിലത്തിട്ടുകൊണ്ടാണ് ബ്രൂസ്ലി ചാമ്പ്യൻഷിപ്പ് നേടിയത്. അതുപോലെ തന്നെ അതേ കൊല്ലം ചാച്ച ഡാൻസിങ് ഇഷ്ടപ്പെട്ടിരുന്ന ബ്രൂസ്ലി ഹോങ്കോങ് ക്രൗൺ കോളനി ചാച്ച ചാമ്പ്യൻഷിപ്പിൽ ജേതാവാകുമായിരുന്നു. പക്ഷേ ആ കൊല്ലം നടന്നത് ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു സംഭവമായിരുന്നു. ഹോങ്കോങ്ങിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഫാമിലി ട്രയാഡ് ഫാമിലിയിലെ മൂത്ത പുത്രനെ ഇടിച്ച് നിലത്തിട്ടുകൊണ്ടാണ്, സ്ട്രീറ്റ് ഫൈറ്റ് ഇടിച്ച് നിലത്തിട്ടുകൊണ്ടാണ് ബ്രൂസ്ലി പേര് നേടിയത്. 1958 ആയപ്പോൾ ഹോങ്കോങ്ങിലെ ഒരു റൈവൽ മാസ്റ്ററായ ചോയ് ലീ ഫുട്ടിന്റെ മാർഷൽ ആർട്ട് സ്കൂളിലെ പിള്ളേർ ഇപ്മാന്റെ ഗോതയിലേക്ക് കടന്നു വന്ന് ഫൈറ്റ് ചെയ്യാൻ വെല്ലുവിളിച്ചു. ഇതിന് മറുപടി കൊടുത്തത് ബ്രൂസ്ലി ആയിരുന്നു. റൂഫ് ടോപ്പിലെ ഇടിയിൽ വെല്ലുവിളിച്ചവന്റെ പല്ലിട്ടിച്ച് തെറിപ്പിച്ചുകൊണ്ടാണ് ബ്രൂസ്ലി അതിന് പ്രതികാരം ചെയ്തത്. പക്ഷെ പല്ല് പോയവൻ അമ്മയെയും അച്ഛനെയും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ബ്രൂസ്ലിയുടെ അച്ഛനും അമ്മയ്ക്കും കാല് പിടിക്കേണ്ടി വന്നു ഈ കേസ് ഒന്ന് ഒത്തുതീർപ്പാക്കാൻ. അതോടുകൂടി 1959 ഏപ്രിൽ മാസം ബ്രൂസ്ലിയുടെ അച്ഛനും അമ്മയും കൂടി US സിയാറ്റിലുള്ള മൂത്ത പെങ്ങൾ അഗ്നസ് ലീയുടെ അടുത്തേക്ക് ബ്രൂസ്ലിയെ പറഞ്ഞു വിടുകയായിരുന്നു. ലീയുടെ ഹൈസ്കൂൾ വിദ്യാഭ്യാസവും ഡിപ്ലോമ വിദ്യാഭ്യാസവും സിയാറ്റിൽ വെച്ചിട്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തത്. 1959 ആയപ്പോൾ അദ്ദേഹം ജുവാൻ ഫെങ് ഗുങ്ഫു, ബ്രൂസ്ലിയുടെ കുങ്ഫു എന്ന് പറഞ്ഞ മാർഷൽ ആർട്ട് അവിടെ പഠിപ്പിക്കാൻ തുടങ്ങി. മാർച്ച് 1961 യൂണിവേഴ്സിറ്റി ഓഫ് വാഷിങ്ടണിൽ എൻറോൾ ചെയ്ത അദ്ദേഹം ഫിലോസഫിയും സൈക്കോളജിയും പഠിക്കാൻ തുടങ്ങി. പക്ഷേ 1964 ആയപ്പോഴത്തേക്കും അതിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് സുഹൃത്തായ ജെയിംസ് യിങ് ലീയുടെ അടുത്തേക്ക് ഓക്ലാൻഡിലേക്ക് മാറി താമസിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അവിടെയാണ് ജുവാൻ ഫാങ് മാർഷൽ ആർട്ട് സ്റ്റുഡിയോ അദ്ദേഹം സ്ഥാപിച്ചത്. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ദ ലോങ് ബീച്ച് ഇവന്റ് എന്ന പേരിൽ പ്രശസ്തമായ 1 ഇഞ്ച് പഞ്ച്, 1 ഇഞ്ചിന് അടുത്തുള്ള ഒരു പഞ്ച് കൊണ്ട് ശത്രുവിനെ തെറിപ്പിക്കുന്ന ഒരു ഇൻസിഡന്റ് അദ്ദേഹം കാണിച്ചു കൊടുത്ത് ലോകത്തെ നടുക്കി കളഞ്ഞത്. ഓക്ലാൻഡിലെ ചീന ടൗണിൽ 1964 ലീക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത് ഒരു കടുത്ത എതിരാളിയായിരുന്നു. ആ ചൈന ടൗണിലെ ചൈനീസ് മുഴുവൻ അന്ന് ബ്രൂസ്ലിയുടെ അടുത്ത് വന്നൊരു വാർണിംഗ് കൊടുത്തു, നീ ഇനി ഒരിക്കലും ഒരു ഫോറിനറെ ചൈനീസ് മാർഷൽ ആർട്ട് പഠിപ്പിക്കരുത്.
നീ ഇനി പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ മാ കിങ് ഫുങ്, ഷാവോലിൻ ആൻഡ് തായ്ച്ചിയുടെ തലതൊട്ടപ്പൻ, അവന്റെ നേരിട്ടുള്ള ശിഷ്യനായ വോങ് ജാക്ക് മാനെ ഇടിച്ച് നിനക്ക് നിലത്തിടേണ്ടി വരും. നീ തോറ്റുപോയാൽ ഇവിടുന്ന് നീ കെട്ടും കെട്ടി പൊക്കോളണമെന്ന്. ഫൈറ്റിന് സമ്മതം മൂളിയ ബ്രൂസ്ലി 3 മിനിറ്റ് കൊണ്ടാണ് വോങ് ജാക്ക്മാനെ ഇട്ടിച്ച് നിലത്തിട്ടത്. നിലത്ത് വീണ വോങ് ജാക്ക്മാന്റെ അടുത്ത് നിന്ന് ബ്രൂസ്ലി ചോദിച്ചു, നിനക്ക് മതിയായോ എന്ന്. മതിയായ എന്ന് പറയാൻ പോലും പറ്റാത്ത രീതിയിൽ എഴുന്നേറ്റ് അദ്ദേഹം ഓടി രക്ഷപ്പെടുമായിരുന്നു. 1964-ലും 1967-ലും അദ്ദേഹം ഗ്രീൻ ഹോണറ്റ് എന്ന ഒരു TV സീരിയലിൽ അഭിനയിച്ചു, കേറ്റോ എന്ന റോളിൽ. 1967 ആയപ്പോൾ ഒരു അയൺ സൈഡ് എന്നൊരു TV സീരിയലിലെ ഒരു എപ്പിസോഡിലും കൂടി അദ്ദേഹം അഭിനയിച്ചിരുന്നു. പക്ഷെ ഈ കൊല്ലമാണ് ജീറ്റ് കുണ്ടോ എന്ന പേരിൽ പ്രശസ്തമായ അദ്ദേഹത്തിന്റെ മാർഷൽ ആർട്ട് അദ്ദേഹം ലോകത്തിന് സമ്മാനിച്ചത്. ദ സ്റ്റൈൽ ഓഫ് നോ സ്റ്റൈൽസ്. എല്ലാ മാർഷൽ ആർട്ടുകളുടെയും എല്ലാ നന്മയും സ്വായത്തമായിക്കൊണ്ടും അതിൻ്റെ ലിമിറ്റേഷനുകളെ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ടും ദ സ്റ്റൈൽ ഓഫ് നോ സ്റ്റൈൽ, ആ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്ത് ജീറ്റ് കുണ്ടോ ഈ ലോകത്തിന് അദ്ദേഹം 1967 സമ്മാനിച്ചത്. എല്ലാവരും ഇന്ന് പരക്കെ അംഗീകരിക്കുന്നത് ഇന്ന് ഏറ്റവും പ്രശസ്തമായ മിക്സ്ഡ് മാർഷൽ ആർട്ട് MMA ഏർലി ഫോമാണ് ഈ ജീറ്റ് കുണ്ടോ എന്നായിരുന്നു. ആ അഭിനയിക്കാനുള്ള ത്വരയും കൊണ്ട് ഹോങ്കോങ്ങിലേക്ക് പ്ലെയിൻ കയറിയ തിരിച്ചു വന്ന ബ്രൂസ്ലിയെ കാത്തിരുന്നത് വിജയങ്ങൾ മാത്രമായിരുന്നു. ഗോൾഡൻ ഹാർവസ്റ്റ് ഫിലിം പ്രൊഡക്ഷന്റെ കൂടെ കൈകോർത്ത ബ്രൂസ്ലി ആദ്യത്തെ വിജയം കൊയ്തത് 1971 ദ ബിഗ് ബോസ് $100 മില്യൺ വിജയം കൊണ്ടാണ്. അടുത്ത കൊല്ലം അതുപോലെ തന്നെ 1972 ഗോൾഡൻ ഹാർവസ്റ്റിന്റെ സെക്കൻഡ് പടം ഫിസ്റ്റ് ഓഫ് ഫ്യൂറി. ഈ 2 പടത്തിന് വിജയത്തിന് ശേഷം ബ്രൂസ്ലി സുഹൃത്തായ റെയ്മണ്ട് ചോയുടെ കൂടെ ചേർന്ന് കോൺകോർഡ് പ്രൊഡക്ഷൻ INC എന്ന് പറഞ്ഞ കമ്പനി സ്ഥാപിക്കുന്നു. പ്രൊഡക്ഷൻ ആൻഡ് സ്റ്റുഡിയോ 51% ഓണർഷിപ്പ് ബ്രൂസ്ലിക്കും 49% റെയ്മണ്ട് ചോയ്ക്കും വേണ്ടി. 3-മത്തെ പടം ഈ കോൺകോർഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന്റെ പേരാണ് ദ വേ ഓഫ് ദ ഡ്രാഗൺ. 1972 കംപ്ലീറ്റ് കാസ്റ്റിംഗ്, കോറിയോഗ്രാഫി, ഫൈറ്റ് സീൻ എല്ലാം ചെയ്തത് ബ്രൂസ്ലി ആയിരുന്നു. 1972 ഒക്ടോബർ ആയപ്പോൾ ഗോൾഡൻ ഹാർവസ്റ്റിന്റെ ഗെയിം ഓഫ് ഡെത്തിന് വേണ്ടി അദ്ദേഹം സൈൻ ഓൺ ചെയ്യുന്നു. പക്ഷേ നവംബർ 1972 ആയപ്പോൾ അദ്ദേഹത്തിന് ഈ പടത്തിന്റെ ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ടി വന്നു. കാരണം വാർണർ ബ്രദേഴ്സ് അദ്ദേഹത്തിന് ഓഫർ ചെയ്തത് ഒരിക്കലും അദ്ദേഹത്തിന് നിരസിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. വമ്പൻ പടം എൻറ്റർ ദ ഡ്രാഗണിന് വേണ്ടിയിട്ടാണ് അവർ വന്നത്. വാർണർ ബ്രദേഴ്സും ഗോൾഡൻ ഹാർവസ്റ്റും കോൺകോർഡും കൂടി പ്രൊഡ്യൂസ് ചെയ്ത ഈ പടം ഏപ്രിൽ 1973 ഇറങ്ങിയപ്പോൾ $400 മില്യൺ വേൾഡ് വൈഡ് ആയിട്ട് സമ്പാദിച്ചത്. ഇന്നത്തെ അതിന്റെ വാല്യൂ ഏതാണ്ട് 20,000 കോടി രൂപയ്ക്ക് മുകളിലേക്ക് പോകും. പ്രശസ്തിയുടെയും കൊടുമുടിയിൽ നിന്ന് ബ്രൂസ്ലി പെട്ടെന്നാണ് 1973 പത്രങ്ങൾ മുഴുവൻ എഴുതിയത് സംഭവിക്കില്ല എന്ന് വിശ്വസിച്ച സംഭവം സംഭവിച്ചിരിക്കുന്നു. 1973 ജൂലൈ മാസം ബ്രൂസ്ലി 32-മത്തെ വയസ്സിൽ മരിച്ചു പോയിരിക്കുന്നു. അദ്ദേഹത്തിന് സംഭവിച്ചത് സെറിബ്രൽ എഡിമ, തലച്ചോറിലുണ്ടാവുന്ന സ്വെല്ലിംഗ് കൊണ്ട് ബ്രൂസ്ലി മരിച്ചുപോയി. ജനങ്ങൾ ഇത് കേട്ടതൊരു നടുക്കത്തോടു കൂടിയായിരുന്നു. ഗെയിം ഓഫ് ഡെത്ത് അദ്ദേഹത്തിന് ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. എൻറ്റർ ദ ഡ്രാഗന്റെ ഡയറക്ടറായ റോബർട്ട് ക്ലോസ് അദ്ദേഹത്തിനെ പോലെ ഇരിക്കുന്ന ലുക്ക് ലൈക്സിനെ വെച്ചും എൻറ്റർ ദ ഡ്രാഗണിൽ അദ്ദേഹത്തിന്റെ അഭിനയിച്ചിരുന്ന ഫൂട്ടേജ് വെച്ചുമാണ് ഈ ഫിലിം കംപ്ലീറ്റ് ചെയ്തത്. അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് ഒരുപാട് കോൺസ്പിറസീസ് വരുന്നുണ്ട്. ഒഫീഷ്യൽ വേർഷൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ തലവേദനയ്ക്ക് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ച മരുന്ന് ഈ സ്വെല്ലിംഗ്, ബ്രെയിനിലെ എഡിമ, ബ്രെയിൻ സ്വെല്ലിങ്ങിനെ ഇൻഡ്യൂസ് ചെയ്യുന്നു, അലർജി കാരണം അവിടെ സ്വെല്ലിംഗ് ഉണ്ടായെന്നും അതിനെ തുടർന്നാണ് അദ്ദേഹം മരിച്ചതെന്നുമാണ്. പക്ഷേ ഈ മരുന്ന് കഴിച്ചതിൻ്റെ ഒരു എവിഡൻസും ഓട്ടോപ്സി കഴിഞ്ഞ് സ്റ്റൊമക്കിൽ നിന്ന് ഒരു ട്രേസ് പോലും കിട്ടാതിരുന്നത് ആളുകളുടെ സംശയം കൂട്ടുകയാണ് ചെയ്തത്. അടുത്ത ഒരു സംശയം പറയുന്നത് ഈ മരണ ദിവസം റെയ്മണ്ട് ചോയുടെയും തായ്ലൻഡ് ആക്ട്രസായ ബെറ്റി ടിങ് പെയുടെയും കൂടെ അടുത്ത ഫിലിമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ബ്രൂസ്ലി റെയ്മണ്ട് ചോ പോയതിനു ശേഷം തായ്ലൻഡ് ആക്ട്രസ് ബെറ്റി ടിങ് പെയുടെ മുറിയിൽ ഉറങ്ങാൻ കിടന്നത് പിന്നെ എഴുന്നേറ്റില്ല. അവിടെ ഇവർ അദ്ദേഹത്തെ പോയിസൺ ചെയ്തിരിക്കാം എന്ന സാധ്യത ഒരുപാട് പേര് ഇന്നും വിശ്വസിക്കുന്നുണ്ട്. 3-മത്തത്, ഇദ്ദേഹം റെയ്മണ്ട് ചോയുമായിട്ട് തുടങ്ങിയിരിക്കുന്ന പ്രൊഡക്ഷൻ കമ്പനി സ്റ്റുഡിയോ കോൺകോർഡ് പ്രൊഡക്ഷൻ ബ്രൂസ്ലിയുടെ മരണത്തിന് ശേഷം ബ്രൂസ്ലിയുടെ ഫാമിലിയിൽ നിന്ന് റെയ്മണ്ട് ചോ സ്വന്തമാക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഗോൾഡൻ ഹാർവസ്റ്റിലേക്ക് ഇത് വിറ്റ് ആ കമ്പൈൻഡ് എൻറ്റിറ്റിയുടെ CEO ആയി മാറിയിരിക്കുമായിരുന്നു റെയ്മണ്ട് ചോ. $400 മില്യൺ വിജയം എൻറ്റർ ദ ഡ്രാഗൺ ഉണ്ടാക്കിയത് ഹോളിവുഡിലെ താരരാജാക്കന്മാരെ തെല്ലൊന്നുമല്ല ചൊടിപ്പിച്ചത്,
അവർക്കും ഇദ്ദേഹത്തിന്റെ മരണം ഒരുപക്ഷെ ഒരു സ്വാന്തനമായിരിക്കാം. ഏറ്റവും അവസാനമായി പറഞ്ഞു കേൾക്കുന്നത് ചൈനീസ് കുങ്ഫു ഫോറിനേഴ്സിനെ പഠിപ്പിച്ച ബ്രൂസ്ലിയുടെ മരണം ഒരുപക്ഷെ ഒരു പറ്റം ചൈനീസ് മാസ്റ്റേഴ്സിനും ആശ്വാസമായിരിക്കാം. ഇതുപോലെ ബ്രൂസ്ലിയെ സ്നേഹിക്കുന്ന ആളുകളുടെ മനസ്സിൽ ഇന്നും ഇതുപോലെയുള്ള ഡൗട്ടുകൾ ഉയർന്നു വരുന്നുണ്ട്. കാരണം 1995 ബ്രൂസ്ലിയേക്കാൾ മഹാനായ ബ്രൂസ്ലിയുടെ മകൻ ബ്രണ്ടൻ ലീയുടെ മരണമാണ്. ക്രോ എന്ന് പറഞ്ഞ ഫിലിമിന്റെ സെറ്റിൽ വെച്ച് ഒരു ഷൂട്ടിംഗ് സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആക്ടറുടെ കയ്യിൽ നിന്ന് ഫേക്ക് ഗണ്ണിൽ നിന്ന് വന്ന ഒറിജിനൽ ബുള്ളറ്റ് വയറ്റിൽ തുളച്ചുകൊണ്ടാണ് ബ്രണ്ടൻ ലീ മരിച്ചു വീഴുന്നത്. ഇതും ജനം ഒരു ഷോക്കോടുകൂടിയാണ് അറിഞ്ഞത്. ബ്രൂസ്ലി മരിച്ചത് 32-ാമത്തെ വയസ്സിലാണെങ്കിൽ അദ്ദേഹത്തിന്റെ മൂത്ത പുത്രൻ ബ്രണ്ടൻ ലീ മരിക്കുന്നത് 28-ാമത്തെ വയസ്സിലാണ്. ബ്രൂസ്ലിയെയും ബ്രൂസ്ലിയുടെ കുടുംബത്തെയും മക്കളെയും വേട്ടയാടണമെന്നും അവരെ കൊല്ലണമെന്നും ആർക്കോ ഒരു നിശ്ചയമുണ്ടെന്ന് ജനങ്ങൾ ചിന്തിച്ചാൽ അവരെ ഒരിക്കലും കുറ്റം പറയാൻ സാധിക്കില്ല. ബ്രൂസ്ലി ദ ലെജൻഡ്, താങ്കളെ ആരെങ്കിലും വകവരുത്തിയതാണോ അതോ താങ്കൾക്കുണ്ടായത് ഒഫീഷ്യൽ വേർഷൻ പറയുന്ന പോലെ സെറിബ്രൽ എഡിമ കൊണ്ട് വന്ന മരണമാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഒരു കാര്യം തീർച്ചയായിട്ടും പറയാൻ സാധിക്കും, താങ്കൾക്ക് മരണമില്ല. താങ്കൾ ഇന്നും ജീവിക്കുന്നു ഞങ്ങളിലൂടെ. താങ്ക് യു സോ മച്ച്. ദിസ് ഈസ് 5 seconds വ്യൂ. ബ്രൂസ് ലീ ദ ലെജൻഡ്.